കൺവെൻഷനിൽ പാടിയപ്പോൾ ഞാൻ പാടിയ പാട്ടുകളിൽ ഒന്നാണ് നിങ്ങൾ അവസാനം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പ് പാടിയത്. അതുകൊണ്ട് ഇന്നൊരല്പം സ്നേഹം നിങ്ങളോട് കൂടെ ഉണ്ട്. എന്നെ കേൾക്കുന്ന ഈ ശബ്ദത്തിൻ്റെ പരിധിയിലുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവജനമേ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കട്ടെ. കഴിഞ്ഞ 2 രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവശക്തനായ ദൈവം എനിക്കും കുടുംബത്തിനും ചെയ്ത കൃപയോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ രാത്രിയിലും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യേ എഴുന്നേറ്റ് നിൽപ്പാൻ സർവശക്തൻ തന്ന കൃപയ്ക്കായി നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ നിന്നാണ്. ഒരുപക്ഷെ ഞാൻ ഈ ദേവാലയത്തിലേക്ക് ഈ വചന ശുശ്രൂഷയ്ക്കായി വരുന്നതിന് ചില ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, 3-ാം ദിവസം ഹഗ്ഗായിയെ പറ്റി പ്രസംഗിക്കാം. ഭാര്യമാർ പറയുന്നത് ഭർത്താക്കന്മാർ കേൾക്കുന്നത് അത്ര കുഴപ്പമുള്ള കാര്യമല്ലെന്ന് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വന്നപ്പോൾ തൊട്ടു മുകളിൽ ഒരു ദേവാലയത്തിന്റെ പണി നടക്കുകയാണ്. അപ്പോൾ ഇത് ദൈവത്തിന്റെ ഒരു നിയോഗമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഹഗ്ഗായിയുടെ പുസ്തകത്തിലും ഒരു ദേവാലയ നിർമ്മാണമാണ് പ്രധാന പശ്ചാത്തലമായിട്ട് ഉള്ളത്. ഈ ദിവസങ്ങളിലൊക്കെ നാം ചില കുടുംബങ്ങളെ പറ്റി ധ്യാനിക്കുകയായിരുന്നു. ആദ്യ ദിവസം അബീഗേലിന്റെ കുടുംബത്തെ പറ്റി ധ്യാനിച്ചു. കുടുംബത്തിന് കാവൽ നിൽക്കുന്ന, മധ്യസ്ഥത ചെയ്യുന്ന, ദൈവത്തിന്റെ ഹിതമറിഞ്ഞ്, ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് മനസ്സ് പകരുന്ന, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ദൈവനാമത്തിനും കുടുംബത്തിനും അനുഗ്രഹമായി തീരുന്ന അബീഗേലിനെ പറ്റി നാം ആദ്യ ദിവസം ധ്യാനിച്ചു. ഇന്നലെ യഹോരാമായിരുന്നു നമ്മുടെ ചിന്താവിഷയം. യഹോവ ഉന്നതൻ എന്ന പേര് സ്വീകരിക്കുകയും അപ്പന്റെയും അമ്മയുടെയും ദൈവത്തെ മറന്നുപോയ യഹോരാം. അതിനു മുൻപ് യഹോശാഫാത്തിനെയും അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന ആസയെ പറ്റി നാം ധ്യാനിച്ചു. അവര് തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ചുവെങ്കിലും ദൈവം ആഗ്രഹിച്ച ചിലതൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, ദൈവം പ്രസാദിക്കുന്നത് ചെയ്യുന്നത് പോലെ പ്രധാനമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുക എന്നുള്ളത്. ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുക എന്നുള്ളത്. 2, അപ്പന്റെയും അമ്മയുടെയും തലമുറ വിട്ട യഹോരാമിനെ പറ്റി ഓർമ്മിപ്പിച്ചു. തെറ്റായ കൂട്ടുകെട്ടുകൾ, അത് ചില ബന്ധങ്ങളാകാം, ചില കൂട്ടുകാരാകാം, കൂട്ടായ്മകളാകാം, രുചികളാകാം, ശീലങ്ങളാകാം. തെറ്റായ കൂട്ടുകെട്ടുകൾ നമ്മെ തകർത്തു കളയുമെന്ന് നാം ധ്യാനിച്ചു. മുന്നറിയിപ്പുകളെ അവഗണിക്കരുതെന്നും അത് വീഴ്ചയ്ക്ക് വലിയ കാരണമാകുമെന്നും നാം ഒരുമിച്ച് ധ്യാനിച്ചു. ഇന്ന് ഹഗ്ഗായിയുടെ ജീവിതത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ സഭയാകുന്ന വലിയ കുടുംബം, ഞാനും നിങ്ങളുമാകുന്ന കുടുംബം എന്ന ദേവാലയം എങ്ങനെ കെട്ടുപണി ചെയ്യണമെന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. നമ്മുടെ ഈ സഭ ദൈവരാജ്യത്തിന്റെ ഒരു പ്രകാശനമാണ്. നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ പാട്ടുകൾ പാടാറുണ്ട്. കേൾക്കുമ്പോൾ ആള് കൂടി വരുന്നത് വരെ പാടി തീർക്കുന്ന ഒരനുഭവമല്ല. പലപ്പോഴും ആള് കുറയുമ്പോൾ ഇടവക ചുമതലക്കാരൊക്കെ വന്ന് ഗായക സംഘക്കാരെ ഇങ്ങനെ കൈ കാണിക്കും, ഒന്നുകൂടെ പാടിക്കും എന്ന് പറഞ്ഞാൽ ആള് വരട്ടെ എന്നാണ്. പക്ഷെ ഇവിടുത്തെ കാര്യമല്ല ഇപ്പോൾ, ഞാൻ എന്റെയൊക്കെ നാട്ടിലെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു അനുഭവമല്ല. ഇത് സ്വർഗീയ ആരാധനയോട് ചേർന്നാണ് നാം ആരാധിക്കുന്നത്. ഇപ്പോൾ ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ ആരാധനയിൽ നടക്കുന്ന പോലെ സെറാഫുകൾ, ക്രോബേന്മാരും ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ നാം ആ സ്വർഗീയ ആരാധനയുടെ ഭാഗമാകുന്നതുകൊണ്ടാണ് പാട്ടുകൾ പാടുന്നത്, തിരുവചനം വായിക്കുക, ധ്യാനിക്കുക. അപ്പോൾ ഇത് ദൈവരാജ്യത്തിന്റെ തന്നെ ഒരു പരിച്ഛേദമാണ്. ദൈവസന്നിധിയിൽ നടക്കുന്ന ആരാധനയുടെ ഒരു പരിച്ഛേദമാണ് ഇവിടെ നടക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. എവിടെയൊക്കെ ദൈവജനം ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ ഇഷ്ടം പിന്തുടരുന്നു, അവിടെ ദൈവരാജ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എവിടെയൊക്കെ ദൈവജനം ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിച്ച് ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുന്നുവോ അവിടെയെല്ലാം എന്നിട്ട് ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളുണ്ട്. നമ്മളൊക്കെ ഇന്ന് ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ വിശ്വാസം വിട്ട, ഭക്തി കുറഞ്ഞുപോയ, ദൈവഭയമില്ലാത്ത ഒരു തലമുറയുടെ മധ്യത്തിലാണ് ജീവിക്കുന്നതെന്ന് മറക്കുവാനും സാധിക്കില്ലല്ലോ. ദൈവപ്രവൃത്തികളും ദൈവഭക്തിയും ഒക്കെ തള്ളിക്കളയുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അവിടെ ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുക എന്നത്, ദൈവരാജ്യം അനുഭവവൈദ്യമാക്കുക എന്നുള്ളത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ തലമുറകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് ഭാഷാന്തരം ചെയ്യുവാൻ
ഈ രാത്രിയിൽ ദൈവം തമ്പുരാൻ ഹഗ്ഗായി പ്രവാചകനിലൂടെ നമ്മോട് ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനു മുൻപായി ഈ കഴിഞ്ഞ 2 ദിവസക്കാലം ശാന്തമായും ക്ഷമയോടും കണ്ണടച്ചും കണ്ണു തുറന്നും ഉറങ്ങിയവരോടും ഉറങ്ങാത്തവരോടും എന്നെ ശ്രവിച്ചവരോടുമുള്ള സന്തോഷം പ്രത്യേകമായി അറിയിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ ഗൗരവമായി ദൈവവചനത്തെ പഠിക്കുന്നവരാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. സാധാരണഗതിയിൽ പലപ്പോഴും ഒരു പ്രസംഗകന്റെ സങ്കടം കേൾക്കുന്ന ആളുകൾ ഉറങ്ങിത്തൂങ്ങിയിരിക്കും. നിങ്ങൾ ആരും അങ്ങനെ ഇരുന്ന് ഞാൻ കണ്ടില്ല. അതിനുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ദാസയച്ചനോടും ഈ ഇടവകയിലെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കട്ടെ. ആമുഖങ്ങളില്ലാതെ ഈ കടശി യോഗത്തിന്റെ ദൈവവചന ശുശ്രൂഷക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹഗ്ഗായി പ്രവാചകനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? വേഗം പറയണം. ഇനി നമുക്ക് 40 മിനിറ്റേ സമയമുള്ളൂ. ഹഗ്ഗായി പ്രവാചകനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? മുദ്ര പൊട്ടിച്ചപ്പോൾ വെളിപാട് പുസ്തകത്തിൽ പറയുന്നതിനേക്കാളും വലിയ മൗനമായതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നതാണ് അഭികാമ്യം എന്ന് എനിക്ക് തോന്നുകയാണ്. ഹഗ്ഗായി വേദപുസ്തകത്തിലെ ഒരു പ്രവാചകനാണ്. ബാബിലോൺ പ്രവാസത്തിന്റെ മധ്യത്തിൽ അവിടെ ബാബിലോണിൽ ജനിച്ച ഒരാളാണ് ഹഗ്ഗായി. ഇന്നലെ യഹോരാമിന്റെ പേരിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. യഹോരാം എന്ന പേരിന്റെ അർത്ഥം യഹോവ ഉന്നതൻ. എന്നാൽ അവന്റെ കയ്യിരിപ്പ് മുഴുവൻ യഹോവയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നതായിരുന്നു. ഹഗ്ഗായി എന്ന വാക്കിന്റെ അർത്ഥം ഉത്സവം എന്നാണ്. ഉത്സവം. ഹഗ്ഗായി എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം ഉത്സവം എന്നാണ്. ബാബിലോണിന്റെ പ്രവാസത്തിന്റെ മധ്യത്തിൽ എന്തുത്സവമാണ്? ബാബിലോണിലെ അടിമത്തത്തിന്റെ മധ്യത്തിൽ ഈ ജനത്തിന് എന്തുത്സവമാണ്? മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് സങ്കടത്തിന്റെ മധ്യത്തിൽ ജനിച്ച ഒരു മകന് ഉത്സവം എന്ന് പേരിട്ടതിന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഒരുപക്ഷെ പ്രവാസത്തിന്റെ മധ്യത്തിൽ, ഈ അടിമത്തത്തിന്റെ കണ്ണുനീരിന്റെ മധ്യത്തിൽ ഞങ്ങൾക്ക് ഒരു സന്തോഷത്തെ ഈ ദൈവം തന്നിരിക്കുന്നു എന്ന അർത്ഥത്തിലാകാം അവന് ആ പേര് കിട്ടിയത്. അതുമല്ലെങ്കിൽ ഒരു ദേശത്തിലെ ഉത്സവകാലത്ത് ജനിച്ചത് കൊണ്ടാകാം അവൻ അങ്ങനെ ഒരു പേര് കിട്ടിയത്. അല്ലെങ്കിൽ ഇവൻ ഈ ദേശത്തിന് സമാധാനവും സന്തോഷവും കൊണ്ടുവരും എന്ന പ്രതീക്ഷയിൽ മാതാപിതാക്കൾ ഇട്ടതാകാം അവന് ഈ പേര്. ഒരു ദേശത്തിന്, ഒരു സഭയ്ക്ക്, ഒരു കുടുംബത്തിന്, ഒരു കൂട്ടായ്മയ്ക്ക് സന്തോഷം കൊണ്ടുവരുവാൻ ദൈവം തെരഞ്ഞെടുത്തവന് ആ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് മാതാപിതാക്കൾ നൽകിയ പേരാണ് ഹഗ്ഗായി. സഖരിയാവിന്റെ സമകാലികനായിട്ട് ദൈവാലയം പണിക്കായി ദൈവജനത്തെ ഉത്സാഹിപ്പിച്ചവനാണ് ഹഗ്ഗായി. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2 അധ്യായങ്ങളുള്ള ചെറിയൊരു പുസ്തകമാണ്. എന്നാൽ ഒരുപക്ഷെ അത് വായിച്ചു പോയാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകണമെന്നില്ല. അത് മനസ്സിലാകണമെങ്കിൽ അതിന്റെ ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം അത്യാവശ്യമാണ്. വേദപുസ്തകത്തെ പറ്റി വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങളും ഓരോ അധ്യായങ്ങളും ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ചില പ്രത്യേക വ്യക്തികളെ, ചില പ്രത്യേക വിഷയങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് എഴുതുകയും എന്നാൽ കാലങ്ങൾക്കിപ്പുറവും നമ്മോട് സംസാരിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. അതുകൊണ്ട് തന്നെ ആരെ എപ്പോൾ എന്തിനെ എഴുതിയെന്ന് മനസ്സിലാക്കാതെ ഇത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വായിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ BC 538 കോരസ് രാജാവ്, സൈറസ് രാജാവ് ഈ ബാബിലോണിൽ പ്രവാസത്തിലായിരുന്ന ജനങ്ങളിൽ 5000 പേരെ യഹൂദയിലേക്ക് മടക്കി അയച്ചു. BC 538 അവരവിടെ മടങ്ങി ചെന്നപ്പോൾ അതാ യെരൂശലേമിന്റെ സുന്ദരമായ ദേവാലയം അവിടെ ഉണ്ട്. മനോഹരമായ ദേവാലയം. അവർ നട്ടിട്ടില്ലാത്ത മുന്തിരിപ്പനകൾ അവിടെ ഉണ്ട്. അവർ കുഴിച്ചിട്ടില്ലാത്ത കിണറുകൾ അവിടെ ഉണ്ട്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും യഹൂദയിലുണ്ട്. ഉണ്ടായിരുന്നില്ല. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഉണ്ടായിരുന്നില്ല. ഇവർ പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരുടെ ദേവാലയം തകർക്കപ്പെട്ടു. അവരുടെ മണ്ണ് ചുട്ടരിക്കപ്പെട്ടു. അവരുടെ മണ്ണ് വരണ്ടു കിടന്നു. ആർക്കും വേണ്ടാത്ത നാട് പോലെ വരണ്ടുപോയ യഹൂദയിലേക്കാണ് ഇവർ മടങ്ങിപ്പോകുന്നത്. മടങ്ങി ചെല്ലുമ്പോൾ അവർക്ക് ആരാധനാലയമില്ല. ആരാധനാലയമില്ലെങ്കിൽ പിന്നെ എന്തില്ല? ആരാധനയില്ല. ആരാധനയില്ലെങ്കിൽ പിന്നെ എന്തില്ല? ദൈവഭയമില്ല. ദൈവഭയമില്ലെങ്കിൽ പിന്നെ എന്തില്ല? വിശ്വാസമില്ല. ആരാധനാലയമില്ലെങ്കിൽ ആരാധനയില്ല. ആരാധനയില്ലെങ്കിൽ
ഭയമില്ല. ദൈവ ഭയമില്ലെങ്കിൽ വിശ്വാസമില്ല. വിശ്വാസമില്ലെങ്കിൽ പിന്നെ ദൈവത്തെ അറിയുന്ന തലമുറ ഇല്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തന്മാരുണ്ടോ എന്നറിയാൻ കർത്താവ് ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യഹൂദയിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അവിടെ ദേവാലയമില്ല, ആരാധനയില്ല. ദൈവജനം ആരാധനയ്ക്കായി കൊതിയോടുകൂടെ BC 536 പുതിയ ദേവാലയത്തിന് അടിസ്ഥാനമിട്ടു. ഞാനല്ല പറഞ്ഞത്. എസ്രാ ശാസ്ത്രികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 8-ഉം 10-ഉം വാക്യങ്ങളിൽ അവർ BC 536 പുതിയ ദേവാലയത്തിന് കല്ലിട്ടു. അപ്പോൾ കല്ലിട്ടപ്പോൾ ശമരിയർ എതിർപ്പുമായിട്ട് വന്നു. സാധാരണഗതി ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഏത് പള്ളി പണിയണമെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടുപേര് എതിർക്കും. അതുപോലെ ശമരിയർ എതിർപ്പ് പറഞ്ഞു, ഇപ്പോൾ ഒരു ദേവാലയത്തിന്റെ പണിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ജനം ഈ ദേവാലയം പണിയണമെന്ന് ആഗ്രഹിച്ച ജനം ദേവദാരു മരം മുറിച്ച് തട്ടിട്ട വീടുകൾ പണിയാൻ തുടങ്ങി. അങ്ങനത്തെ വീടുകളാണ്. തട്ടിട്ട വീടുകൾ പണിയാൻ തുടങ്ങി. തട്ടിട്ട വീടുകൾ പണിയാൻ തുടങ്ങിയപ്പോൾ അവർ ദേവാലയത്തെ മറന്നപ്പോൾ, ദൈവത്തെ മറന്നപ്പോൾ, ദൈവജനത്തെ മറന്നപ്പോൾ, ആരാധന മറന്നപ്പോൾ, വിശ്വാസം മറന്നപ്പോൾ, ഈ കല്ലിട്ടതിനു ശേഷം 16 വർഷങ്ങൾക്ക് ഇപ്പോഴും BC 520 ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചു. അവന്റെ പേര് ഹഗ്ഗായി. അവൻ പറയുകയാണ്, നിന്റെ ദൈവത്തിന്റെ ആലയം ശൂന്യമായിരിക്കെ നീ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? നിന്റെ ദൈവത്തിന്റെ ആലയം ശൂന്യമായിരിക്കെ നീ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? നമ്മുടെ ഭൗതികമായ ആരാധനാലയങ്ങളെ പറ്റി മാത്രമല്ല പറയുന്നത്. ഇസ്രായേൽ ജനത്തെ നമുക്കറിയാം. അവരുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ അവർ നിലവിളിച്ചു പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ശമാ ഇസ്രായേൽ, ഇസ്രായേലേ കേൾക്ക, ഈ ദൈവം നിന്റെ ഏക ദൈവമാകുന്നു. അവരുടെ ഭവനം എന്ന ആരാധനാലയത്തിൽ അവൻ വിളിച്ചു പറയുന്നത് ശമാ ഇസ്രായേൽ, അവൻ നിന്റെ ഏക ദൈവം, ഏക കർത്താവ്. അവന്റെ ഭവനമാകുന്ന ആരാധനാലയം പൊളിച്ചിട്ട്, വിശ്വാസം പൊളിച്ചിട്ട് ഭൗതികമായ ഭവനം തട്ടിട്ട് പണിയാൻ തുടങ്ങി. യെരൂശലേം എന്ന ദൈവത്തിന്റെ മന്ദിരം പൊളിഞ്ഞു കിടക്കെ തങ്ങളുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുവാൻ തുടങ്ങി. അപ്പോൾ ദൈവദാസനായ ഹഗ്ഗായി എഴുന്നേറ്റ് പറയുകയാണ്, നിന്റെ ദൈവത്തിന്റെ ആലയം ശൂന്യമായിരിക്കെ നീ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും പറയുന്നത്, എന്റെ ഭവനം എന്ന ദൈവത്തിന്റെ ആരാധനാലയം കെട്ടുപണി ചെയ്യണം. എന്റെ കുടുംബ പ്രാർത്ഥന നടന്ന നമ്മുടെ ദേവാലയത്തിന്റെ അൾത്താരകളായ പായകൾ ഒന്ന് കെട്ടുപണി ചെയ്യണം. നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിൽ കഴിച്ച സ്തുതി സ്തോത്ര യാഗങ്ങളാകുന്ന കണ്ണുനീരിന്റെ ബലിപീഠങ്ങളെ കെട്ടുപണി ചെയ്യണം. എന്റെ ദേവാലയം, എന്റെ സഭ കെട്ടുപണി ചെയ്യണം. ഈ രാത്രിയിൽ ഈ ദൈവത്തിന്റെ ആലയം എന്ന എന്റെ ഭവനവും അവന്റെ സഭയും കെട്ടുപണി ചെയ്യാതെ നാം തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ എന്ന് ദൈവവചനത്താൽ ഹഗ്ഗായി ചോദിക്കുമ്പോൾ അത് എന്നോടും നിങ്ങളോടുമാണെന്ന് തിരിച്ചറിയുവാൻ സർവശക്തൻ നമ്മോട് ഇടപെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന്, ഇതിൽ നിന്ന് വേഗത്തിൽ ചില ചിന്തകൾ നമുക്ക് ധ്യാനിച്ച് മുൻപോട്ട് പോകാം. ഒന്ന്, ദൈവമില്ലാത്ത ഉയരം എന്ന ദാരിദ്ര്യം. കേട്ടോ, ദൈവമില്ലാത്ത ഉയരം എന്ന ദാരിദ്ര്യം. ഈ അടുത്തിടയ്ക്ക് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ചുമതലയേറ്റ പോപ്പ് ലിയോ 14 അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്: നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം ഉണ്ടെങ്കിലും, നമുക്ക് ദൈവഭക്തി ഇല്ലെങ്കിൽ നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രന്മാർ. ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും, നമുക്ക് എന്തെല്ലാം മെച്ചവും നന്മയും ഉണ്ടെങ്കിലും, നമുക്ക് ദൈവഭയവും ഭക്തിയും ഇല്ലെങ്കിൽ നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രന്മാർ. ദൈവമില്ലാത്ത ദാരിദ്ര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇവർക്ക് നല്ല വീടുകളുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല സമ്പത്തുണ്ട്. പക്ഷേ ദൈവഭയം ഇവർക്കില്ല. ദൈവഭയം അവർക്കില്ല. അവരെ പറ്റി ഹഗ്ഗായി പറഞ്ഞു പോകുന്നുണ്ട്. 1-ാമത്തെ അധ്യായം
2, 4, 6 വാക്യങ്ങൾ ഞാൻ വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിയുവാൻ കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. 4, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? 6-ാമത്തെ വാക്യം വളരെ ഗൗരവമായി ശ്രദ്ധിച്ചു കേൾക്കണം. ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊയ്യുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിര് മാറുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിര് മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടാൻ കൂലി വാങ്ങുന്നു. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടാൻ കൂലി വാങ്ങുന്നു. ദാവീദിന്റെ ഒരു പ്രാർത്ഥന, അവന്റെ വിടവാങ്ങൽ പ്രാർത്ഥനയാണ്. ദൈവസന്നിധിയിൽ ശലോമോനിനി അവന് പിന്നാലെ വരാൻ പോവുകയാണ്. ദേവാലയം പണിക്കുള്ളതെല്ലാം സ്വരിക്കൂട്ടി വെച്ചിട്ട് ദാവീദ് ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്നും വാങ്ങി നിനക്ക് മടക്കി തരുന്നതേ ഉള്ളൂ. ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിനക്ക് മടക്കി തരുന്നതേ ഉള്ളൂ. ഇവിടെ ഈ ജനത്തോട് ദൈവം ചോദിക്കുകയാണ്, ആലയം പണിയാൻ സമയമായില്ല, ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നോ? നിങ്ങൾ ഇത്രയൊക്കെ വിതച്ചിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭവനം സുന്ദരമാക്കാൻ ശ്രമിക്കുന്നു, വലിയ കെട്ടിടങ്ങൾ പണിയാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഒത്തിരി വിതയ്ക്കുന്നു, മണ്ണിൽ അത്യധ്വാനം ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ അല്പമേ കൊയ്യുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിക്കുന്നു, നിങ്ങൾക്ക് വിശപ്പ് മാറുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ടും നിങ്ങളുടെ ശരീരത്തിന്റെ കുളിര് മാറുന്നില്ല. നിങ്ങൾ കൂലി വാങ്ങുന്നെങ്കിലും അത് വാങ്ങുന്നത് എവിടെയാണ്? ഓട്ടസഞ്ചിയിലാണ്. ഓട്ടസഞ്ചി അറിയാമോ? എത്ര കൂലിയിട്ടാലും അത് അടിയിൽ നിന്ന് ഇങ്ങനെ ചോർന്ന് പൊക്കൊണ്ടേയിരിക്കും, ചോർന്ന് പൊക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവമുള്ള വീട്ടിലെ പട്ടിണി പോലും സമൃദ്ധിയാണ്. ദൈവമില്ലാത്ത വീട്ടിലെ സമൃദ്ധി പോലും കൊടിയ ദാരിദ്ര്യമാണ്. ദൈവമുള്ള വീട്ടിലെ പട്ടിണി പോലും സമൃദ്ധിയാണ്. ദൈവമില്ലാത്ത വീട്ടിലെ സമൃദ്ധി പോലും കൊടിയ ദാരിദ്ര്യമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇവർക്കെല്ലാം ഉണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പാനീയങ്ങളുണ്ട്. എന്നാൽ അവർക്കൊന്നും മതിയാകാതെ വരുന്ന ഒരു അനുഭവം. ദൈവത്തിന്റെ ഹിതത്തേക്കാൾ തങ്ങളുടെ ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യരോടാണ് പറയുന്നത്. ദൈവാലയം പണിയണമെന്ന് ദൈവം ആഗ്രഹിക്കെ തങ്ങളുടെ വീട് പണിതാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരോട് ദൈവം പറയുകയാണ്, നിന്റെ അധ്വാനം എവിടെ പോയി? നീ കഠിനാധ്വാനം ചെയ്തത് എവിടെ പോയി? പ്രിയപ്പെട്ടവരെ, ദൈവ വഴി മാറി നിന്ന്, ദൈവത്തിന്റെ ഇഷ്ടം മാറി നിന്ന് നമ്മൾ വാരിക്കൂട്ടുന്നതൊക്കെയും വെറുതെയാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം പിൻപറ്റുമ്പോൾ നിന്റെ ഒന്നുമില്ലാത്ത അനുഭവങ്ങളിൽ അവൻ സ്വർഗത്തിന്റെ ഭണ്ഡാരങ്ങളെ തുറന്ന്, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ! ദൈവമില്ലാത്ത ദാരിദ്ര്യമല്ല നമുക്ക് വേണ്ടത്. എന്റെ ദരിദ്രതകളിൽ എന്നെ സമ്പന്നനാക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ് എനിക്ക് വേണ്ടത്. നമ്മൾ കർത്തൃ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കും, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ദൈവം ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. ദൈവം ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമോ? നടക്കുമോ? നിങ്ങളാ പാട്ട് പാടിയത് പറഞ്ഞു. ദൈവം ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമോ? നടക്കുമോ? നടക്കില്ല എന്ന് ഞാൻ പറയും. ദൈവത്തിന് എന്നെ ഒരു അച്ഛനാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് എയർഫോഴ്സിൽ പൈലറ്റ് ആകണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എയർഫോഴ്സിന്റെ പുറകിൽ പോയിരുന്നെങ്കിൽ ദൈവം ആഗ്രഹിച്ചത് നടക്കുമായിരുന്നു? ഇല്ല. യോനായോട് ദൈവം പറഞ്ഞു, നീ നിനവിൽ പോകണം. യോന തർശീസിലേക്കാണ് വണ്ടിക്ക് ടിക്കറ്റ് എടുത്തത്. നടക്കുമായിരുന്നു? ഇല്ല. യോന അനുഗമിച്ചപ്പോഴാണ് തിരിച്ചവിടെ കൊണ്ടുവന്നു. ദൈവം ആ ജോലി ആരെങ്കിലും കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കും. പക്ഷേ ഞാൻ ചെയ്യുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് നടക്കണമെങ്കിൽ ഞാൻ കൂടെ പരിശ്രമിക്കണം. ദൈവം എന്നെയും എന്റെ കുടുംബത്തെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മറന്ന്, ദൈവം എന്നെയും എന്റെ കുടുംബമാകുന്ന ഭവനത്തിന്റെ ആരാധനാലയത്തെയും മറന്ന്,
ഞാൻ തന്നിഷ്ടനായി ജീവിച്ചു പോയാൽ അതൊരു ദാരിദ്ര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ മടങ്ങി വരുന്നതാണ് സമ്പന്നത. ദൈവമില്ലാത്ത ദാരിദ്ര്യം നമ്മെ തകർത്തു കളയും. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം നമ്മെ ഓർപ്പിക്കുകയാണ്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അതേപറ്റി വേദപുസ്തകം പഠിപ്പിക്കുന്ന ശിംശോനെ പറ്റി, സാംസണെ പറ്റി ദൈവം എന്തെല്ലാമോ ആഗ്രഹിച്ചു. എന്നാൽ അവൻ ദൈവത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി തന്റെ ഇഷ്ടം പിൻപറ്റിയപ്പോൾ അവന് വീഴ്ച ഉണ്ടായി. ദാവീദിനെ പറ്റി ദൈവം ചിലതൊക്കെ ആഗ്രഹിച്ചു. ദാവീദ് തന്റെ ദൈവത്തിന്റെ ഇഷ്ടം മറന്ന് തന്റെ ഇഷ്ടം പിൻപറ്റിയപ്പോൾ അവന് വീഴ്ച വരുവാൻ ഇടയായി എന്ന് പ്രിയപ്പെട്ടവരെ ദൈവവചനം ഓർപ്പിക്കുകയാണ്. ദൈവം കൂടാതെ, ദൈവത്തെ കൂടാതെ വലുതാവാൻ ശ്രമിച്ച യഹൂദ ജനത്തോട് പറയുകയാണ്, നീ അത്യധ്വാനം ചെയ്തിട്ടും എല്ലാം വെറുതെയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം കൂടാതെ, ദൈവത്തെ കൂടാതെ നാം എന്തെല്ലാം ചെയ്യാൻ ശ്രമിച്ചാലും അതെല്ലാം വൃഥാവാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. എബ്രായ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഭവനം ചമപ്പാൻ ഒരുവൻ വേണം, എന്നാൽ എല്ലാം ചമച്ചത് ദൈവം തന്നെ. ദൈവം തന്നെ. ഭവനം ചമപ്പാൻ ഒരുവൻ വേണം, എന്നാൽ എല്ലാം ചമച്ചത് ദൈവം തന്നെയാണ്. നമ്മെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം വീണ്ടും ഓർപ്പിക്കുകയാണ്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, നിങ്ങൾ ദൈവത്തെ പറ്റി ചിന്തിപ്പീൻ, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. യഹൂദജനത്തോട് പറയാണ്, നിങ്ങൾ തട്ടിട്ട വീടുകളെ പറ്റി ചിന്തിക്കാതെ നിന്റെ വിശ്വാസവും ആരാധനയുടെയും അടിസ്ഥാനമായ ദൈവാലയം കെട്ടുപണി ചെയ്യണം. നീ ദേവാലയം കെട്ടുപണി ചെയ്യണമെങ്കിൽ നിന്റെ ഭവനത്തിനുള്ളിൽ ആരാധന ഉണ്ടാകണം, നിന്റെ ഭവനത്തിനുള്ളിൽ പ്രാർത്ഥന ഉണ്ടാകണം, നിന്റെ ഭവനത്തിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകണം, നിന്റെ മക്കൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, നിന്റെ മക്കൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അങ്ങനെയെങ്കിൽ സകലവും നൽകുവാൻ അവൻ ശക്തനാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ സ്വയംപ്രാപ്തി ദൈവാനുഗ്രഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ്. യഹൂദജനത്തോട് പറയുകയാണ്, കല്ലിട്ടിട്ട് 16 വർഷമായി, ഇപ്പോഴും നീ ചിന്തിക്കുന്നത് നിന്നെ പറ്റി മാത്രമാണ്. നിന്റെ ദൈവത്തെ നീ മറന്നുപോയോ? നിന്റെ ദൈവത്തെ മറന്നുപോയോ? എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാൻ ആ ഭാഗം വിടുകയാണ്. നമ്മുടെ ഭവനങ്ങളുടെ ഉള്ളിൽ, നമ്മളുടെ മക്കളുടെ വളർച്ചയുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചകളുടെ മധ്യത്തിൽ നാം ദൈവത്തെ മുറുകെ പിടിച്ചില്ലെങ്കിൽ ചേർത്ത് വയ്ക്കുന്നതെല്ലാം ദാരിദ്ര്യമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ദാരിദ്ര്യമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. റോക്കഫെല്ലർ ഫൗണ്ടേഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ജോൺ ഡി റോക്കഫെല്ലർ എന്ന മനുഷ്യൻ, ലോക പ്രശസ്തമാണ് ഈ റോക്കഫെല്ലർ ഫൗണ്ടേഷൻ. അദ്ദേഹത്തിന് ലോകത്തിലെ ശതകോടീശ്വരനായി തീരുവാൻ ആ വലിയ ആഗ്രഹമുണ്ട്. ഏതാണ്ട് 30 വയസ്സ് പ്രായമുള്ളപ്പോൾ ജോൺ ഡി റോക്കഫെല്ലർ ലോകത്തിലെ ശതകോടീശ്വരന്മാരിൽ ഒരുവനായി മാറി. ദൈവമില്ല എന്ന് പറഞ്ഞു നടന്ന മനുഷ്യൻ. അദ്ദേഹത്തിന് അലോപേഷ്യ എന്ന രോഗം ബാധിച്ചു. ഇന്ന് അലോപേഷ്യക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് ഇല്ല. അലോപേഷ്യ രോഗം ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ ദൈവം അവന്റെ ആത്മാവോട് ഇടപെട്ടു. ഡോക്ടർ പറഞ്ഞു, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയുസുള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ദൈവമേ, ഇതുവരെ നീ ഇല്ല എന്ന് പറഞ്ഞവനാണ് ഞാൻ. ഇനി നീ ഉണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം തന്നാൽ എൻ്റെ സമ്പത്ത് മുഴുവൻ ദരിദ്രരായവർക്ക് വേണ്ടി ഞാൻ നൽകിക്കൊള്ളാം. എൻ്റെ സമ്പത്ത് മുഴുവൻ ഈ ദരിദ്രരായവർക്ക് വേണ്ടി നൽകിക്കൊള്ളാം. അവൻ മരണക്കിടക്കയിൽ പറയുകയാണ്, നീ ഇല്ലാതെ ഞാൻ നേടിയതൊക്കെ ദാരിദ്ര്യമാണല്ലോ കർത്താവേ, നീ ഇല്ലാതെ ഞാൻ നേടിയതൊക്കെ ദാരിദ്ര്യമാണല്ലോ കർത്താവേ. അവന്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. ദൈവത്തിന് സ്തോത്രം. അന്ന് ചികിത്സയില്ലാത്ത അലോപേഷ്യ രോഗത്തിന് സ്വർഗത്തിലെ ദൈവം അത്യത്ഭുതകരമായ സൗഖ്യം നൽകിയപ്പോൾ തന്റെ സമ്പത്ത് മുഴുവൻ ഈ റോക്കഫെല്ലർ ഫൗണ്ടേഷന് വേണ്ടി എഴുതി വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നേടിയതെല്ലാം മിഥ്യ, ദൈവം തന്നെ സത്യം. നേടിയതെല്ലാം മിഥ്യ, ദൈവം തന്നെ സത്യം. ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുമ്പോൾ ദൈവത്തിന്റെ ആലയം ശൂന്യമാണെന്ന് ഓർമ്മ വേണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങളൊക്കെ ഒത്തിരി വലുതായി, നമ്മുടെ ജീവിതത്തിന്റെ നന്മകളൊക്കെ ഒത്തിരി വലുതായി. നമുക്കിന്ന് വാഹനങ്ങളുണ്ട്, മതിയാകുന്നതിലധികം ഭക്ഷണമുണ്ട്, മാറി കൊടുക്കാൻ ആവശ്യത്തിലധികം വസ്ത്രമുണ്ട്. എന്നാൽ ഓർക്കണം, ദൈവമില്ലെങ്കിൽ നമ്മളൊക്കെ ദരിദ്രന്മാരാണ്. ദൈവമില്ലാത്ത ഉയരങ്ങളൊക്കെ ദാരിദ്ര്യമാണെന്ന് തിരിച്ചറിയാൻ
നമുക്ക് കഴിയണം. 2, അവൻ തിരിച്ചു വരുന്നവരെ ഉണർത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന ദൈവത്തെ പറ്റി ഹഗ്ഗായി പ്രസംഗിക്കുകയാണ്. തിരിച്ചു വരുന്നവരെ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നവരെ ഉയർത്തുകയും ഉണർത്തുകയും ചെയ്യുന്ന ദൈവത്തെ പറ്റി ഹഗ്ഗായി പ്രസംഗിക്കുകയാണ്. ഹഗ്ഗായിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ, പ്രത്യേകിച്ച് 13-ാമത്തെ വാക്യം. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗ്ഗായി യഹോവയുടെ ദൂതായി ജനത്തോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. സെരുബാബേലും യോശുവായും യഹൂദയുടെ ദൈവത്തിന്റെ ശേഷിപ്പായ ജനവും ഒടുവിൽ ഹഗ്ഗായിയിലൂടെ ദൈവത്തിന്റെ പ്രവചനം കേട്ട് ദേവാലയം കെട്ടുപണിയാൻ തീരുമാനിച്ചു. ദേവാലയം പണിയാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ അവർക്കൊരു വലിയ ഭയമുണ്ട്, നിരാശയുണ്ട്. ഈ ദേവാലയത്തിന്റെ പണി എങ്ങനെ മുൻപോട്ട് പോകും? ഇതെങ്ങനെ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിയും? ഞങ്ങളുടെ കൈകളിൽ പണമില്ല, ഞങ്ങളുടെ കൈകളിൽ സമ്പത്തില്ല, ഞങ്ങൾക്ക് ധൈര്യമില്ല. ഞങ്ങളെ ഒരുപക്ഷെ ജനം പുച്ഛിച്ചു തള്ളാം, ചിലരെങ്കിലും ഞങ്ങളെ കളിയാക്കാം. 16 കൊല്ലമായില്ലേ കല്ലിട്ടിട്ട്, ഇതുവരെ നടക്കാത്തതിന് എങ്ങനെ നടക്കുമെന്ന് ചോദിക്കാം. അവർ വല്ലാണ്ട് നിരാശപ്പെട്ടപ്പോൾ അവിടെ 13-ാം വാക്യത്തിൽ ഹഗ്ഗായിയെ പറ്റി പറയുന്നത് യഹോവയുടെ ദൂതനായി. ആരാണ്? ദൂതനായി. ഹഗ്ഗായിക്ക് ദൈവം ഒരു അധിക ചുമതല കൊടുക്കുകയാണ്. അതുവരെ പ്രവാചകനായിരുന്ന ഹഗ്ഗായിക്ക് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേല്, സറാഫ് തുടങ്ങിയ ദൂതന്മാരെ പോലെ അരുളപ്പാടിന്റെ വരം ദൈവം കൊടുക്കുകയാണ്. അവന് പുതിയ പേര് കൊടുക്കുകയാണ്, യഹോവയുടെ ദൂതനായ ഹഗ്ഗായി. യഹോവയുടെ ദൂതനായ ഹഗ്ഗായി, യഹോവയുടെ ദൂതനായ ഹഗ്ഗായി ദൂതായി അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവന്റെ ഒപ്പം ദൈവം കൂടെയുണ്ടാകും. ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവന്റെ ഒപ്പം ദൈവം കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിനെ ഉണർത്തുകയാണ്. പഴയ നിയമ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ്, എബ്രായ ഭാഷയിലാണ്. എബ്രായ ഭാഷയിൽ അതിന് നൽകിയിരിക്കുന്നത് വായാൽ യാഹ്വേ യത്രുവ, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മനസ്സുകളെ ഉണർത്തി എന്നാണ്. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മനസ്സുകളെ ഉണർത്തി, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നമുക്കെല്ലാം ഒരു ആത്മീയ ആലസ്യമാണ്. യഹൂദജനം ഒരു ആത്മീയ ആലസ്യത്തിൽ, സ്പിരിച്വൽ ലെഥാർജി, ആത്മീയ ആലസ്യത്തിൽ ഇരിക്കുകയാണ്. ആത്മീയ ആലസ്യം ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ ആത്മീയ ആലസ്യം? ആത്മീയ ആലസ്യം ഉണ്ടോ? ഇല്ലേ? ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ മനസ്സിലായോ? നമ്മള് ആസിഡാണോ ആൽക്കലിയാണോ എന്ന് കെമിസ്ട്രിയിൽ ലിറ്റ്മസ് പേപ്പർ വെച്ച് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഏത് ടെസ്റ്റാണ് നടത്തിയത്? ആസിഡിന്റെ മലയാളം എന്തുവായിരുന്നു? ആസിഡാണെന്നുള്ളത്. ആസിഡാണോ അമ്ലമാണോ എന്ന് തിരിച്ചറിയാൻ, ആൽക്കലിയാണോ എന്ന് തിരിച്ചറിയാൻ ലിറ്റ്മസ് പേപ്പർ നോക്കിയാൽ മതി. നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു ആത്മീയ ആലസ്യം നമുക്കുണ്ടെന്ന്? എങ്ങനെയുണ്ട്? അച്ഛനെ നോക്കണ്ട, അച്ഛൻ വന്നിട്ട് 3 മാസമായുള്ളൂ, പാവമാണ്. നിങ്ങൾക്കുണ്ടോ എന്നാ ചോദിച്ചത്? 127 കൊല്ലമായി. നമുക്കെങ്ങനെ അറിയാം? ദൈവമാണ് എന്നെ നടത്തിയതെന്ന് ആരെങ്കിലും പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ തോന്നൽ ഇപ്പോഴില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് എന്തുകൊണ്ട്? ആത്മീയ ആലസ്യമുണ്ട്. ഒന്നുമില്ലാത്ത അനുഭവങ്ങളിൽ നിന്ന് എന്നെയും എൻ്റെയും തലമുറയും ഈ ദേശത്ത് നട്ട് നനച്ചു വളർത്തി ഫലം കായ്ക്കുമാറാക്കിയത് ദൈവമാണെന്ന് പറയുമ്പോൾ ഈ കെട്ടിപ്പിടിച്ചു വച്ചിരിക്കുന്ന കൈ വിട്ടുവരുന്നില്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട്? ആത്മീയ ആലസ്യമുണ്ട്. എന്റെ ശരീരത്തിന് രോഗം ബാധിച്ചു, കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു, ഒരിക്കലും തീരില്ല എന്ന് പറഞ്ഞ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അത് ദൈവം ചെയ്തതാണെന്ന് ഓർമ്മയ്ക്കാതെ കൈ ഇങ്ങനെ മേളിലേക്ക് ഉയരുന്നില്ലെങ്കിൽ ഓർത്തോണം, എനിക്ക് എന്തുകൊണ്ട്? ആത്മീയ ആലസ്യം ഉണ്ട്. ഇനി വേദപുസ്തകം പറയുന്നതാണെങ്കിൽ അധരത്തിൽ സ്തുതിയും ഹൃദയത്തിൽ കൃപയും ഇല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട്? ആത്മീയ ആലസ്യം ഉണ്ട്. നിങ്ങൾക്കുണ്ടോ? ഇല്ലാത്ത ഒരു കൈയുടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇപ്പോഴും ഉണ്ട് ആത്മീയ ആലസ്യം.
ഇവിടെ യഹൂദ ജനത്തിന്റെ മധ്യത്തിൽ ഒരു ആത്മീയ അലസത ബാധിച്ചിരിക്കുകയാണ്. ദേവാലയം ഇല്ലെങ്കിൽ എന്താ, ആരാധന ഇല്ലെങ്കിൽ എന്താ, പള്ളിയിൽ പോയിട്ടെന്തിനാ, പോയിട്ടെന്ത് ചെയ്യാനാ, പോയാലെന്ത് കിട്ടും? ഇത് അന്ന് മാത്രമല്ല, ഇന്നുമുണ്ട്. ശരിയല്ലേ? ഇന്നുമുണ്ട്. ഈ ആത്മീയ അലസത ബാധിച്ച ദൈവജനത്തോടാണ് ദൈവം തന്റെ ദൂതനായ ഹഗ്ഗായി മുഖാന്തരം പറയുന്നത്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ വഴിയിൽ ഒത്തിരി തടസ്സങ്ങളുണ്ട്. നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ ഒത്തിരി കാണുന്നുണ്ട്. ഭീതികരമായ അവസ്ഥകൾ നിങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്ത ദൈവം പറയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇവിടെ പാടാറുണ്ട്, ഞാൻ നിൻ കൂടെയുണ്ട്, ഞാൻ നിൻ കൂടെയുണ്ട്. ജീവിതയാത്രയിൽ ഓളങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ഒരു ആത്മീയ അലസത ബാധിച്ച് നാം ഇരിക്കുന്നെങ്കിൽ നമ്മോട് ദൈവം ഇന്ന് പറയുകയാണ്, ഈ രാത്രിയിൽ എൻ്റെ പ്രിയ ദൈവ പൈതലേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കിടന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ രാത്രിയിൽ ആത്മീയ ആലസ്യം ഒഴിഞ്ഞ് നാം ആത്മചൈതന്യമുള്ളവരായി വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. യഹൂദാജനം തങ്ങളിൽ തന്നെ ആശ്രയിച്ചപ്പോൾ അവർക്ക് ഭയമായിരുന്നു. എന്നാൽ ദൈവത്തോട് അടുത്തു വന്നപ്പോൾ അവരുടെ മനസ്സുകളെ സ്വർഗത്തിൽ ദൈവം ഉണർത്തി. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭയപ്പെട്ട് ഈ ദേവാലയത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, രോഗത്തെ പ്രതി, കടഭാരത്തെ പ്രതി, മക്കളുടെ ഭാവിയെ പ്രതി, ജീവിതത്തിലെ തോരാത്തൊരു കണ്ണുനീരിനെ പ്രതി, ആരോടും പറയാൻ കഴിയാത്തൊരു വേദനയെ പറ്റി ഭയപ്പെടുന്ന ആരെങ്കിലും ഈ രാത്രിയിൽ ഈ ദൈവവചനം ഈ ശബ്ദത്തിന്റെ പരിധിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹഗ്ഗായിലൂടെ ദൈവം അരുളി ചെയ്ത കർത്താവ് ഈ രാത്രിയിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്. മനസ്സുണർന്ന് മടങ്ങി വന്നാൽ മാത്രം മതി. മടങ്ങി വരുന്നവന് ദൈവം നമ്മെ തുണ നിൽക്കും. മാർത്തോമാ സഭയിലെ ഏറ്റവും പ്രമുഖനായിരുന്ന, രാഷ്ട്രം പത്മഭൂഷൺ അവാർഡ് നൽകി ആദരിച്ച ഒരു മഹാനായ മെത്രാച്ചനുണ്ട്. കാലം ചെയ്ത അഭിമന്യ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും തമാശയും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസോസ്റ്റം തിരുമേനിയുടെ അപ്പൻ മാർത്തോമാ സഭയിൽ ഒരു വൈദികനായിരുന്നു, കലമണ്ണിൽ ഉമ്മനച്ചൻ. സമയത്തിന്റെ പരിമിതി കൊണ്ട് വേഗം പറഞ്ഞു പോകട്ടെ. കലമണ്ണിൽ ഉമ്മനച്ചൻ ഒരു ദേശത്ത് പോയി ലഹരിക്കെതിരെ, മദ്യത്തിനെതിരെ പ്രസംഗിക്കുകയാണ്. ആ നാട്ടിൽ ചാരായം മാറ്റുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അച്ഛൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് അടുത്തു വന്നു. അപ്പോൾ ചാരായം വിറ്റിരുന്നവർക്ക് അത് വലിയ ക്ഷീണമായി. അവരച്ഛനെ കൊല്ലുവാൻ തക്കവണ്ണം ആ നാട്ടിലെ പ്രധാന ചട്ടമ്പികളെ ഏർപ്പെടുത്തി. പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊട്ടേഷൻ കൊടുത്തു. വൈകുന്നേരം അച്ഛൻ പ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ അച്ഛനെ കാത്ത് കമ്പും വടികളുമായി ഈ ഗുണ്ടകൾ, ചട്ടമ്പികൾ അങ്ങനെ നിൽക്കുകയാണ്. അച്ഛൻ അടുത്തടുത്ത് വരുമ്പോൾ ഇവരുടെ മുഖം വല്ലാണ്ട് ഭയപ്പെടുന്നു. ഇവരവസാനം അവിടെ ഓടി ഒളിച്ചു. പിന്നീട് ചരിത്രം പറയുന്നത്, ചില നാളുകൾക്ക് ശേഷം അച്ഛൻ അവരെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ അന്ന് എന്നെ ഉപദ്രവിക്കാൻ വന്നിട്ട് എന്തിനാണ് ഓടിപ്പോയത്? ദൈവം തമ്പുരാൻ ആ ജനത്തോട് ഇടപെട്ടു. അവർ തിരിച്ചു പറയുകയാണ്, അച്ഛൻ നടന്നു വന്നപ്പോൾ അച്ഛന്റെ ചുറ്റും വാളും പിടിച്ചു നിൽക്കുന്ന 2 മനുഷ്യരെ ഞങ്ങൾ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അച്ഛന്റെ ചുറ്റും വാളും പിടിച്ചു നിൽക്കുന്ന 2 മനുഷ്യരെ ഞങ്ങൾ കണ്ടു. അവരെ അച്ഛൻ കണ്ടിട്ടില്ല, പക്ഷെ കാണേണ്ടവർ അവനെ കണ്ടു. ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ അവൻ തന്റെ ദൂതന്മാരുടെ കാവൽ നിനക്ക് ഏർപ്പെടുത്തും. അവൻ നിന്റെ മനസ്സിനെ ഉണർത്തും. അവൻ നിന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇസ്രായേൽ ജനം, യഹൂദ ജനം ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്നപ്പോൾ സെരുബാബേലിന്റെ, യോശുവയുടെ, ശേഷിപ്പുള്ള ജനത്തിന്റെ മനസ്സിനെ ഉണർത്തിയ ദൈവം തമ്പുരാൻ ഈ രാത്രിയിൽ മടങ്ങി വരുവാൻ ഒരുക്കമുള്ള, കൊതിയോടെ കാത്തിരിക്കുന്ന നിന്റെ കണ്ണുനീരിനെ മാറ്റി നിന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തുവാൻ നമ്മുടെ മധ്യയുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇനി മുൻപോട്ട് പോകാം. 3ാമത്തെ ഒരു ചിന്ത വേഗം പറഞ്ഞു പോവുകയാണ്. 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം.
2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, യഹോവയുടെ അരുളപ്പാട്, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുമെന്ന് യഹോവയുടെ, സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. 2 കാര്യമാണ് അവരോട് പറയുന്നത്. ഇവർ ഈ ദേവാലയം പണി ആരംഭിച്ചു. അപ്പോൾ സമരിൽ വന്ന് കുറ്റം പറയാൻ തുടങ്ങി. പണ്ടത്തെ പള്ളി എന്തോ ഒരു പള്ളിയായിരുന്നു അറിയാമോ? പണ്ടത്തെ പള്ളിക്ക് എന്തോ ഒരു വലിപ്പമായിരുന്നു അറിയാമോ? പണ്ടത്തെ പള്ളി ലൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ പള്ളി വെട്ടമേ ഉള്ളൂ. പണ്ടത്തെ പള്ളി ബെഞ്ച് ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ പള്ളിയിൽ ഇരിപ്പിടമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കുറ്റം. ഇവരെ കുറ്റം പറയാൻ തുടങ്ങി. അപ്പോൾ സെരുബാബേലിനും യോശുവായ്ക്കും ശേഷമുള്ള ജനത്തിനും ഒരു വല്ലാത്ത നിരാശ തോന്നി, വല്ലാത്തൊരു ഭയം തോന്നി. അപ്പോൾ ദൈവം വീണ്ടും ഹഗ്ഗായി അയച്ചു. ഹഗ്ഗായി വന്ന് ജനത്തെ ഒരുമിച്ച് കൂട്ടി അവരോട് ചോദിച്ചു, പഴയ ദേവാലയം കണ്ട് ആരൊക്കെ ഇവിടെ ഉണ്ട്? നിങ്ങൾ ആ ദേവാലയം കണ്ടതുപോലെ ഇത് വരുന്നില്ലെന്നൊരു തോന്നലില്ലേ? പഴയ ദേവാലയത്തിന്റെ മഹത്വം പോലെ ഇത് ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നലില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് ഓർമ്മിക്കട്ടെ, ഇതിന്റെ മഹത്വം മുമ്പിലത്തേതും മഹത്വം പിമ്പിലത്തേതിനായിരിക്കും. അതായത് പഴയതിനേക്കാൾ സുന്ദരമായ ഒരു ദേവാലയം ദൈവം അവിടെ കെട്ടുപണി ചെയ്യുകയാണെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, ഞാൻ ഈ ദേശത്തിന്, ഈ സ്ഥലത്ത് നിങ്ങൾക്ക് സമാധാനം തരും. ഇപ്പോൾ നിങ്ങളുടെ അസ്വസ്ഥമായ മനസ്സുകൾക്ക് ഞാൻ സമാധാനം തരുമെന്ന് ദൈവത്തിന്റെ അരുളപ്പാടാണ്. 3-ാമതായ ചിന്ത, ഇന്നലകളേക്കാൾ എന്റെ നാളുകളെ മഹത്വം നിറയ്ക്കാൻ ഈ ദൈവം ശക്തനാണ്. ഇന്നലകളേക്കാൾ എന്റെ നാളുകളിൽ മഹത്വം നിറയ്ക്കുവാൻ ഈ ദൈവം ശക്തനാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിലെ ചില സന്തോഷ അനുഭവങ്ങളെ ഓർത്ത് ഇന്നിന്റെ സങ്കടങ്ങളിൽ നീ നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഇന്നലെ നിന്റെ ജീവിതത്തിൽ ആനന്ദമായിരുന്നു, ഇന്ന് തോരാത്ത കണ്ണുനീരാണെങ്കിൽ, ഇന്നലെ നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയായിരുന്നു, ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു മരവിപ്പാണെങ്കിൽ, അതിന്റെ മധ്യത്തിൽ നീ നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നലത്തേക്കാൾ ഇന്ന് നിന്നെ മഹത്വം ധരിപ്പാൻ ഈ ദൈവം ശക്തനാണ്, അവൻ ബലവാനാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്യാൻസർ രോഗിയായി തീർന്ന സമയത്ത് ഒരിക്കൽ പോലും ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് പോലെ സംസാരിപ്പാൻ എനിക്ക് ശക്തിയില്ലായിരുന്നു, ബലമില്ലായിരുന്നു. എൻ്റെ ശരീരം കീറി മുറിച്ചു, എൻ്റെ ശരീരത്തിൽ തുന്നലുകൾ ഉണ്ടായി, എൻ്റെ ശരീരത്തിലൂടെ കീമോതെറാപ്പി ചികിത്സ എടുക്കേണ്ടി വന്നു. എൻ്റെ ശരീരത്തിന്റെ ഭൗതികമായ ബലം കുറഞ്ഞു പോയെങ്കിൽ ഇന്നലകളെക്കാൾ എന്നെ ഇന്ന് ബലം ധരിപ്പിക്കുന്ന ദൈവം, എന്നെ കീറി മുറിച്ച ദൈവം എന്നെ മുറുകൂട്ടിയപ്പോൾ എന്റെ ശരീരത്തിന്റെ ബലം കുറഞ്ഞ ഇടത്ത് എന്റെ ആത്മാവിനും ഹൃദയത്തിനും ശക്തി തന്ന, ഇന്നലകളെക്കാൾ ഇന്ന് മഹത്വമുള്ളതാക്കി തീർക്കുന്ന സർവശക്തനായ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ! അവൻ നിന്റെ ഇന്നലകളെക്കാൾ നാളുകളെ മഹത്വം ധരിപ്പിക്കും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്നലകളുടെ സന്തോഷത്തെ ഓർത്ത് ഇന്നിന്റെ ദുഃഖം കണ്ട് നീ തളർന്നിരിക്കുന്ന, ഇന്നിന്റെ ദുഃഖം നിനക്ക് നാളെ ആനന്ദഗീതങ്ങളാക്കി അവൻ മാറ്റും. ദൈവത്തിന്റെ സ്തോത്രം. ഇന്നിന്റെ ദുഃഖങ്ങളെ നിനക്കായി അവൻ ആനന്ദഗീതികളാക്കി മാറ്റും. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലേ കർത്തനെന്നെ, കൈവിടില്ലേ. കണ്ണുനീരെല്ലാം തുടയ്ക്കും സാധുവെന്നെ കൈവിടാതെ, നാഥനെന്നും നടത്തിയിടുന്നു. ഒരു നാൾ കൈവിടാതെ, ഒരു നാളും അവൻ തള്ളിക്കളയാതെ, ഇന്നലകളെക്കാൾ നിന്റെ നാളുകളെ മഹത്വം ധരിപ്പാൻ അവൻ ശക്തനാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കഥയാണ്, ആദ്യ ദിവസം പറഞ്ഞത് മറന്നുപോയവർക്കായി, കേൾക്കാത്തവർക്കായി. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് വായിക്കുന്ന ഒരു ഭാഗമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്റെ മനസ്സൊന്ന് തളരുമ്പോൾ ഞാൻ അത് വായിക്കാറുണ്ട്.
മാറായിൽ കയ്പ് വെള്ളം കുടിക്കാൻ വിധിക്കപ്പെട്ട ഇസ്രായേൽ ജനം ഒരു മരത്തിന്റെ കൊമ്പ് വീണാൽ അത് മധുരമായി തീരുമെന്ന് അറിയാൻ പാടില്ലാത്തവർക്കല്ല, ദൈവത്തോട് മറുതലിക്കുകയാണ്. പാറയിൽ നിന്നുള്ള തേനിനാൽ അവരെ സമൃദ്ധമാക്കാൻ മതിയായി ദൈവമെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. അവരൊരല്പം കയ്പിൽ നിരാശപ്പെട്ടു. എന്നാൽ ഓർക്കണം, അവരല്പം കയ്പിൽ നിരാശപ്പെട്ടപ്പോൾ തൊട്ടപ്പുറം മാറി മധുരിക്കുന്ന ഈന്തപ്പഴവും തെളിനീരുറവയും കർത്താവ് ഏലീമിൽ ഒരുക്കി വെച്ചിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് നീ മാറായിലാണെങ്കിൽ നിനക്ക് നാളെ ഏലീമിനെ ദൈവം തമ്പുരാൻ ഒരുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നീ മാറായിലാണെങ്കിൽ മഹത്വത്തിന്റെ ഏലീം അവൻ നിനക്കായി കരുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു, എൻ്റെ ദൈവം കരുതുന്ന ദൈവമല്ല. നിങ്ങൾ ദൈവം കരുതുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? എൻ്റെ ദൈവം കരുതുന്ന ദൈവമല്ല, അവൻ മുൻപേ കരുതി വച്ചേക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ കരുതുന്ന ദൈവമല്ല, അവൻ കരുതി വച്ചിരിക്കുന്ന ദൈവമാണ്. അവൻ കരുതി വെച്ചിരിക്കുന്നത്, അവൻ കരുതിയിട്ടുണ്ട്, അവൻ കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ നന്മ നീയേ കാണാറുള്ളൂ. തക്ക സമയത്തേക്കായി അവൻ അത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരുക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മുൻപോട്ട് പോകുമ്പോൾ ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ദേവാലയം പണിയെല്ലാം മുൻപോട്ട് പോയി. അവസാനം ഇതിന്റെ പൂർത്തീകരണത്തിൽ ഹഗായിയുടെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 23-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായി ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. സെരുബ്ബാബേലേ, ഞാൻ നിന്നെ മുദ്രമോതിരമാക്കും. മുദ്രമോതിരമാക്കും. എന്താണ് മുദ്രമോതിരം? എന്താണ് മുദ്രമോതിരം? പണ്ട് കാലങ്ങളിൽ നമ്മുടെ രാജാക്കന്മാരുടെ കൈകളിൽ കിടന്നതാണ് മുദ്രമോതിരം. നിങ്ങളുടെ എല്ലാം കൈകളിൽ ഒരുപക്ഷെ ഒരു മുദ്രമോതിരം ഉണ്ടാകും. വിവാഹത്തിന്റെ അന്ന് ഇട്ടുതന്നതാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഓർമ്മപ്പെടുത്തലേ ഉള്ളൂ. കല്യാണം കഴിച്ചതാണെന്നുള്ള ഓർമ്മ വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കരുതെന്നാണ്. എന്നാൽ ദൈവം പറയുകയാണ്, രാജാവിന്റെ കൈകളിലെ മുദ്രമോതിരം അത് രാജാവ് എനിക്ക് തന്നാൽ, ഞാനത് ഒരാളെ കാണിച്ചാൽ, ഞാനത് കാണുമ്പോൾ മറ്റൊരാൾ പറയും, ഇവൻ ആരുടെ ആളാണ്? രാജാവിന്റെ ആളാണ്. ഇവിടെ ദൈവം സെരുബ്ബാബേലിനോട് പറയുകയാണ്, ഞാൻ നിന്നെ എടുത്ത് എന്റെ മുദ്രമോതിരമാക്കും. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സെരുബ്ബാബേലേ, നീ എന്റെ മുദ്രമോതിരമാണ്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. 127-ാമത് സഭാദിനം ആചരിക്കുന്ന ഈ ദേവാലയത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ ദൈവം തമ്പുരാൻ ഈ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിപ്പാൻ, ദൈവത്തിന്റെ നീതി അന്വേഷിപ്പാൻ തെരഞ്ഞെടുത്ത് തന്റെ മുദ്രമോതിരമാക്കി വച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 127 വർഷങ്ങൾക്ക് മുൻപ് തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ മുദ്രമോതിരമാണ് നിങ്ങൾ. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തിന്റെ സാക്ഷികളാക്കിയതാണ്. നാം ദൈവത്തിന്റെ സാക്ഷികളാണ്. എന്നെയും നിങ്ങളെയും ദൈവം തമ്പുരാൻ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാക്ഷിയാകാനാണ്. ഒരിക്കൽ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഒരു അനുഭവം പറഞ്ഞപ്പോൾ ഒരു വൈദികൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എടോ, താനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല, തനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ടെന്ന്. ഞാൻ ആ വൈദികന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ അച്ഛ, ശവപ്പെട്ടിയിൽ നിന്നും എഴുന്നേൽപ്പിച്ച ആയുസ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ശവപ്പെട്ടിയിലേക്ക് പോകും വരെ ആ ദൈവത്തെ പറ്റി ഞാൻ പറയും. ശവപ്പെട്ടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ശവപ്പെട്ടിയിലേക്ക് മടങ്ങിപ്പോകും വരെ, ഈ ആയുസിന്റെ അന്ത്യം വരെയും ഈ ദൈവത്തെ പറ്റി ഞാൻ പറയും, ഈ സൗഖ്യത്തെ പറ്റി ഞാൻ പറയും. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ തമ്പുരാൻ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും തന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, ദേശത്ത് ദൈവജനം ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് സമ്പത്ത് തന്നെങ്കിൽ, നിനക്ക് വിദ്യാഭ്യാസം തന്നെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഉയർച്ച തന്നെങ്കിൽ, നിനക്ക് രോഗത്തിന് വിടുതൽ തന്നെങ്കിൽ, നിനക്ക് തലമുറകളെ തന്നെങ്കിൽ, നിനക്ക് ആരോഗ്യം തന്നെങ്കിൽ, അത് നിനക്ക് വേണ്ടിയിട്ടല്ല. ലോകത്തിന്റെ മുൻപാകെ നീ പറയണം, എന്റെ ദൈവം വിശ്വസ്തനായ ദൈവം, അവൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ! തെരഞ്ഞെടുപ്പാണ്.
സെരുബ്ബാബേലിനോട് പറയുകയാണ്, നീ ഒരു മോതിരമാണ്. സെരുബ്ബാബേലേ, നിന്നെ കാണുന്നവർ ദൈവത്തെ കാണും. ഞാൻ അതിനായി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നെയും നിങ്ങളെയും ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്ത് ഇവിടെ ആക്കിയിരിക്കുകയാണ്. ദൈവജനമേ, നമ്മുടെ മനസ്സെവിടെയാണ്? നമ്മൾ ഇന്ന് എവിടെയാണ്? തെരഞ്ഞെടുത്ത 127ാമത്തെ വർഷം ഇവിടെ ആക്കിയിരിക്കുമ്പോൾ, ഈ 127ാമത്തെ വർഷം നമുക്ക് ദൈവമായുസ്സും ആരോഗ്യം തന്ന് 128 ആഘോഷിക്കാൻ അടുത്തു വരുമ്പോൾ, ഈ ചുറ്റുപാടുമുള്ള ദൈവജനം പറയണം, ഇവിടെ വാസ്തവമായി ദൈവമുണ്ട്. ഇവിടെ വാസ്തവമായി ദൈവമുണ്ട്. അതിന് നിങ്ങളുടെ ഭവനം കെട്ടുപണി ചെയ്യണം. ഭവനത്തിന്റെ ഉള്ളിൽ വിരിച്ച പായ ഒരു ആരാധനാലയം പണിയണം. ഭവനത്തിന്റെ ഉള്ളിൽ കണ്ണുനീർ കൊണ്ടൊരു ബലിപീഠം പണിയണം. ഭവനത്തിന്റെ ഉള്ളിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന ദൈവദൂത സൈന്യമായി നാം രൂപപ്പെടണം. ഭവനത്തിന്റെ ഉള്ളിൽ ദൈവത്തിന് പ്രാർത്ഥനയുടെ ധൂപം കടിക്കുന്ന പുരോഹിതരായി നമ്മുടെ തലമുറകൾ മാറ്റപ്പെടണം. അവിടെ ദൈവം അനുഗ്രഹങ്ങളുടെ പെരുമഴ പെയ്യുന്നു. ഈ ദേവാലയത്തിന്റെ പണി പൂർത്തിയാകുന്നതിനൊപ്പം നിങ്ങളുടെ ഭവനം എന്ന ആലയം കൂടെ നാം കെട്ടുപണി ചെയ്യണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 4 ചിന്തകൾ മാത്രമാണ് പറയാൻ ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവമില്ലാതെ എത്ര വളരാൻ നോക്കിയാലും അതെല്ലാം ദാരിദ്ര്യമാണ്. മറക്കരുത്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വലിയ ശമ്പളം ഉണ്ടാകാം, വലിയ ഉദ്യോഗം ഉണ്ടാകാം, ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ഉണ്ടാകാം. എന്നാൽ ഓർക്കണം, ദൈവമില്ല എങ്കിൽ ഉള്ളതെല്ലാം വെറുതെയാണ്. ഉള്ളതെല്ലാം വെറുതെയാണ്, നശ്വരമാണ്. എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ദൈവത്തെക്കാൾ വലുതല്ല മറ്റൊന്നും. നമ്മൾ പാടാറുണ്ടല്ലോ, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. യേശു മതി, യേശു മതി, വേറെ ആരും വേണ്ട. ദൈവത്തെക്കാൾ വലുതല്ല എൻ്റെ ഉയർച്ചകൾ. ദൈവമില്ലാത്ത ഉയർച്ചകളെല്ലാം എൻ്റെ തളർച്ചകളാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. 2, ഇന്ന് മടങ്ങി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നുപോയി നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം എൻ്റെ കഴിവും മിടുക്കും പ്രാപ്തിയുമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതിൽ നിന്നൊരു മടങ്ങി വരണം. ദൈവമേ, നീ തന്നതല്ലാതെ ഒന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെയും സന്ധ്യയിലും എൻ്റെ കിടക്കയിൽ നിന്ന് ദൈവത്തോട് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. എൻ്റെ ആയുസ് ആണോ, എൻ്റെ ആരോഗ്യം, എൻ്റെ അധ്വാനം, എൻ്റെ അധ്വാന ഫലം, എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം ദൈവമേ നിന്റെ ദാനമാണ്. അത് ഓർക്കാതെ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നുപോയെങ്കിൽ, ഈ രാത്രിയിൽ ദൈവം നിന്നോട് ഓർമ്മപ്പെടുത്തുകയാണ്, തിരിച്ചു വാ, മടങ്ങി വാ, മടങ്ങി വാ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മടങ്ങി വന്നാൽ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ ഉണർത്തുകയും നിന്റെ തലമുറകളെ ഉയർത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ മടങ്ങി വന്നാൽ നിന്റെ ഹൃദയത്തെ ഉണർത്തുകയും നിന്റെ തലമുറകളെ അവൻ ഉയർത്തുകയും ചെയ്യും. 3, ഇന്നലകളേക്കാൾ എന്റെ ഇന്നിനെയും നാളെയും മഹത്വം നിറയ്ക്കുന്നവനാണ് ദൈവം. യഹൂദാജനം പറഞ്ഞു, ഈ ദേവാലയത്തിന് ഭംഗിയില്ലല്ലോ, ഇത് പഴയ ദേവാലയത്തെ പോലെ സൗന്ദര്യമില്ലല്ലോ. ദൈവം പറഞ്ഞു, മുമ്പിലത്തേക്കാൾ പിൻപിലുള്ളതിന്റെ മഹത്വം ഇനി കൂടുതലായിരിക്കും. ഈ ദേശത്ത് ഞാൻ സമാധാനം തരും, ഈ ആലയം കെട്ടുപണി ചെയ്യും. പ്രിയപ്പെട്ടവരെ, നീയും നിന്റെ ഭവനവുമാകുന്ന ആരാധനാലയം പൊളിച്ചു പണിയുമ്പോൾ ഓർക്കണം, ജീവിതത്തിൽ ചില പൊളിച്ചിലുകളുണ്ട്, ജീവിതത്തിൽ ചില കണ്ണുനീരുണ്ട്, ജീവിതത്തിൽ ചില ഭാരമുണ്ട്, ജീവിതത്തിൽ ചില പ്രയാസങ്ങളുണ്ട്, ജീവിതത്തിൽ ദീർഘകാലമായി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതിരിക്കുന്ന ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ആരോടും പറയാൻ കഴിയാത്ത വേദനയും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇന്നലകളെക്കാൾ നിന്റെ നാളുകളെ പറ്റി കരുതി വെച്ചിട്ടുള്ള സർവശക്തൻ പറയുന്നു, നിന്റെ നാളുകളെ അവൻ മഹത്വം ധരിപ്പിക്കും. ഹല്ലേലൂയ. അവൻ മഹത്വം ധരിപ്പിക്കും.
മഹത്വം കൊണ്ട് നിറയ്ക്കും. സംശയം വേണ്ട. എൻ്റെ പിതാവ്, എനിക്ക് ക്യാൻസർ വന്നപ്പോൾ 1 വർഷം കഴിഞ്ഞ് എൻ്റെ രോഗം മാറി 1 വർഷം കഴിഞ്ഞ് എൻ്റെ പിതാവിന് ക്യാൻസർ വന്നു. പിന്നീട് അദ്ദേഹത്തിന് ചികിത്സ ഉണ്ടായി. ഈ ലോകത്ത് നിന്ന് അദ്ദേഹം മാറ്റപ്പെട്ടു. അന്ന് ഞാൻ വിചാരിച്ചു, എൻ്റെ ആയുസ്സിൻ്റെയും എൻ്റെ ജീവിതത്തിൻ്റെയും സകല നന്മകളും ഇവിടെ തീരുകയാണ്. പിതാവ് ദൈവസന്നിധിയിലേക്ക് പോയി. ഭൗതികമായ സാന്നിധ്യമില്ലാത്തതിൽ എനിക്ക് വേദനയും വിഷമവും ഉണ്ട്. എന്നാൽ എൻ്റെ സർവശക്തൻ ഈ എൻ്റെ പിതാവിൻ്റെ ഭൗതികമായ വേർപാടിൻ്റെ മധ്യത്തിൽ അതിനേക്കാളും മഹത്വത്തോടെ സ്വർഗത്തിലെ അപ്പനെ നയിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നീ ദൈവത്തിൻ്റെ ഒപ്പം നിന്ന് അവന് നിന്നെ പറ്റി വിചാരമുണ്ട്. ദൈവം നീതിമാന്മാരുടെ മേൽ ശ്രദ്ധ വയ്ക്കുന്ന, അവരുടെ യാതനകൾക്ക് ചെവി തുറന്നു കൊടുക്കുന്ന ദൈവം. നീ ദൈവസന്നിധിയിൽ ചേർന്ന് നിന്നാൽ ഇന്നലകളേക്കാൾ നിന്റെ നാളുകളെ അവൻ മഹത്വം ധരിപ്പിക്കും. ഇന്ന് നിനക്ക് കണ്ണുനീരുണ്ടോ? ഇന്ന് നിനക്ക് രോഗമുണ്ടോ? ഇന്ന് നിനക്ക് നിരാശയുണ്ടോ? ഇന്ന് നിനക്ക് ഭയമുണ്ടോ? ഇന്ന് നിനക്കുള്ളിൽ വേദനയുണ്ടോ? നിന്റെ ജീവിത പങ്കാളിയോട് ചിലപ്പോൾ പറയാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അപ്പനോടും അമ്മയോടും പറയാൻ കഴിഞ്ഞെന്ന് വരികയില്ല. തൊട്ടയൽപ്പക്കത്തുള്ളവരോട് പറയാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. ആരോടും പറയാൻ കഴിയാത്ത ആ ഭാരം ഇന്ന് രാത്രിയിൽ ഒരു തുള്ളി കണ്ണുനീരുമായി നീ ദൈവസന്നിധിയിൽ പകർന്നാൽ, 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഹന്ന പ്രാർത്ഥിച്ചെഴുന്നേറ്റിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: പിന്നെ അവളുടെ മുഖം വാടിയില്ല. നിന്റെ മുഖം വാടാതെ നിന്നെ മഹത്വം ധരിപ്പിക്കാൻ സർവശക്തനായ എന്റെ ജീവനുള്ള കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അവസാനം പറയാൻ ശ്രമിച്ചത്, അവൻ ഈ ദേശത്ത് നിങ്ങളെ ദൈവാലയമായി, സഭയായി, നിന്റെ ഭവനത്തിന്റെ ചുറ്റും ദൈവത്തിന്റെ ആലയമായി നിന്നെ വെച്ചിരിക്കുന്നത്. സെരുബാബേലേ, ഞാൻ നിന്നെ എടുത്ത് എന്റെ മുദ്രമോതിരമാക്കും, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിന്നെ തനിക്ക് സാക്ഷിയാക്കാൻ വേണ്ടിയിട്ടാണ്. കഴിവല്ല, മിടുക്കല്ല, പ്രവൃത്തിയല്ല, അവന്റെ കൃപ ഒന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ കൃപയാണ്. സാക്ഷ്യമായി തീരണം. സാക്ഷ്യമായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ കേട്ട വചനത്തെ ദൈവസന്നിധിയിൽ ഒന്ന് ധ്യാനിക്കാം. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എന്തെല്ലാം നേടിയാണ്, നീ ഇല്ലെങ്കിൽ അതെല്ലാം പ്രധാനമാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ നിന്നോട് ചേർന്ന് വരുമ്പോൾ ഞങ്ങളുടെ ഭയം മാറും, ഞങ്ങളുടെ ഭാരം മാറും, ഞങ്ങളുടെ നിരാശ മാറും. ഞങ്ങളെ നീ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം. ഇന്നലകളെക്കാൾ എന്റെ നാളുകളെ മഹത്വം ധരിപ്പിക്കുന്ന നല്ല ദൈവം നീ ആകെയാൽ നിന്നെ സ്തുതിക്കുന്നവരാണ്. ഞങ്ങൾ നിന്റെ സാക്ഷികളായി തീരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, പലപ്പോഴും ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ ഓർത്തിട്ടില്ല, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങളുടെ മിടുക്കാണെന്ന് വിചാരിച്ചു പോയി. കർത്താവേ, ആരാധനയ്ക്ക് പ്രാധാന്യം നൽകാതെ, വിശ്വാസത്തിന് പ്രാധാന്യം നൽകാതെ, ഞങ്ങളുടെ തലമുറകളെ ദൈവത്തോട് ചേർത്ത് നിർത്താത്ത കുറവുകളെ ഞങ്ങൾ മനഃപൂർവ്വമായി ഏറ്റുപറയുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. 127-ാമത്തെ വർഷം അവൻ ആയുസ്സും ആരോഗ്യവും നന്ദി ആരാധനാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു. അബീഗയിലൂടെയും യഹോരാമിലൂടെയും മുന്നറിയിപ്പുകളെ തന്നു. ഹഗായിലൂടെ അവൻ നമ്മെ ഓർമ്മപ്പെടുത്തി. തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, പൂർണ്ണമായി എന്റെ കുറവുകൾ തിരിച്ചറിയുന്നവർ, ദൈവമില്ലാതെ ഞാൻ ജീവിച്ചു പോയി, എനിക്കുള്ളതൊക്കെ എന്റെ കഴിവാണെന്ന് വിചാരിച്ചു പോയി, എന്റെ മക്കളുടെ നന്മകൾ അവരുടെ കഴിവും പ്രാപ്തിയുമാണെന്ന് വിചാരിച്ചു പോയി, അങ്ങനെ ദൈവത്തിൽ അകന്നുപോയ ആരെങ്കിലും ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ, നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂമിയിൽ കിടന്നാലും എന്നെയോർത്തു ദൈവദൂതർ വന്നിടും. ഏറ്റവും സ്നേഹചൂടോടൊപ്പവുമായി വന്നിടും. ഏറ്റവും സ്നേഹചൂടോടൊപ്പവുമായി വന്നിടും. വൈഷമ്യമുൾ ഏതു കുന്നും ഞാൻ കരേറി നടക്കൊള്ളുവാൻ രക്ഷകൻ കാലുകൾ പൂവേരമാ തീർന്ന
ദൈവസന്നിധിയിൽ സമർപ്പിച്ചത് ഞങ്ങളുടെ വലത് കരത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ 127 വർഷക്കാലം ഈ ദേശത്ത് അത്ഭുതകരവും അതിശയകരവുമായി ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയ നിരൂപണങ്ങൾക്ക് തോന്നിയിട്ടില്ലാത്ത അനുഗ്രഹം കൊണ്ട് വഴി നടത്തിയ ഈ നിന്റെ മക്കളെ പേരുപേരായി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ചില സമയങ്ങളിൽ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ മിടുക്കെന്ന് കരുതിപ്പോയി, ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കഴിവെന്ന് നിരച്ചുപോയി. ഞങ്ങളുടെ ഉയർച്ചകൾ, ഞങ്ങളുടെ സമൃദ്ധി, ഞങ്ങളുടെ ജീവിതത്തിന്റെ നന്മകൾ എല്ലാം ഞങ്ങളുടെ പ്രാപ്തിയെന്ന് കരുതിപ്പോയി കർത്താവേ. അപ്പാ, ഞങ്ങളിപ്പോൾ മനഃപൂർവ്വമായി ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറയുന്നു. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്യുന്നു. നിന്റെ മകനെന്നോ മകളെന്നോ വിളിപ്പാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല. നിന്റെ കൂലിക്കാരൻ ഒരുവരെ പോലെ ഞങ്ങളെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരുന്നു. ഞങ്ങൾ ഇതാ നിന്റെ സന്നിധിയിലേക്ക് അടങ്ങി വരുന്നു. ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ ഞങ്ങളെ സ്വീകരിക്കണമേ. നീ ഇല്ലാത്ത ഉയർച്ചകളൊക്കെ ദാരിദ്ര്യമാണെന്ന് അറിയുന്നപ്പാ. മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെ ഉണർത്തുവാൻ, ഞങ്ങൾക്ക് സുബോധം വരുവാൻ അവിടുത്തെ ശക്തനായ ദൈവം നീ ആകിയാൽ സ്തോത്രം. ഞങ്ങൾക്ക് ഞങ്ങളുടെ നാളുകളെ പറ്റി ഭയമുണ്ട് കർത്താവേ, ഭാരമുണ്ട് കർത്താവേ. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളിയ വാഴ്ത്തപ്പെട്ട കർത്താവേ, നീ ഞങ്ങളുടെ മധ്യയുള്ളതിനാൽ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ഇന്നലകളെക്കാൾ ഞങ്ങളുടെ നാളുകളെ ശ്രേഷ്ഠമാക്കുവാൻ അവിടുന്ന് സർവശക്തനാകിയാൽ നന്ദിയോട് സ്തോത്രം. ദൈവമേ, ആരെങ്കിലും ഇന്ന് ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ രോഗത്തോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ നിന്റെ ആളിപ്പെടുത്തുന്ന കരം വയ്ക്കണമേ. ഹിസ്കിയാവിനെ സുഖപ്പെടുത്തിയവനായ ദൈവം തമ്പുരാൻ, അഹരോനെയും മിരിയാമിനെയും സുഖപ്പെടുത്തിയവനായ ദൈവം തമ്പുരാൻ, പക്ഷപാത രോഗിയെ സുഖപ്പെടുത്തിയവനായ ദൈവം തമ്പുരാൻ, മണ്ണും ചാരവുമായി അടിയന്റെ മേൽ കൈവച്ച് നിന്റെ വാചനമയച്ച് അടിപ്പണരാൽ വിടുവിച്ച ദൈവം തമ്പുരാൻ, രോഗത്തിന്റെ അനുഭവത്തിൽ ആരെങ്കിലും ഈ ദേവാലയത്തിന്റെ ഉള്ളിലായിരിക്കുന്നെങ്കിൽ അവരുടെ വിശ്വാസത്തെ കണ്ട് അടിയന്റെ കുറവേർക്കാതെ, വീഴ്ചയേർക്കാതെ ഈ ശബ്ദത്തിന്റെ വലിയ ആരെങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരുടെ മേൽ കൈവച്ച് ഈ രാത്രിയിൽ നീ വിടുതലയക്കണമേ. ദൈവമേ, തലമുറകളില്ലാതെ ഭാരപ്പെടുന്നു, വിവാഹ ജീവിതത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ടും തക്ക പങ്കാളികളെ കിട്ടാത്തവർ, കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടവർ, ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, ജീവിതത്തിൽ ഒരു തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർ, ആരോടും പറയാൻ കഴിയാതെ വേദനയാൽ ഭാരപ്പെടുന്നവർ ദൈവങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് വാസ്തവമായി ഇടപെടണം. ഈ ആലയത്തെ അനുഗ്രഹിക്കണം. തിരുസന്നിധിയിൽ സമർപ്പിച്ചവരെ അവിടുന്ന് സ്വീകരിക്കണമേ. അവരുടെ കാഴ്ചകളെ, അവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഉണർത്തണമേ. ദൈവം കൂടെയിരിക്കണമേ. ഈ ദൈവാലയം 128ാമത്തെ വർഷം അനുഗ്രഹീതമായി ശുശ്രൂഷക്കായി ഒരുങ്ങുമ്പോ ആലയത്തിന്റെ പണി പൂർത്തിയാക്കുവാൻ സ്വർഗത്തിന്റെ ഭണ്ഡാരങ്ങളെ തുറന്ന് അനുഗ്രഹിക്കണം. തന്റെ അഭിഷിക്തനെ ബലപ്പെടുത്തണം. അടിയന്റെ കുറവോർക്കാതെ ഈ നിന്റെ മക്കളെ കൃപയോടെ മടക്കി അയക്കണം. ഈ രാത്രി ഞങ്ങൾക്കെല്ലാം നല്ല വിശ്രമം തരണം. ഇത് തമ്മിൽ കാണും വരെ ഞങ്ങളെ ആയുസ്സോടും ആരോഗ്യത്തോടും പരിപാലിക്കണം. പരസ്പരം പ്രാർത്ഥനയോർക്കുവാൻ ബലപ്പെടുത്തണം. സകല മഹത്വവും തമ്പുരാൻ എടുക്കണം. യേശു രക്ഷകന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം അരുളുമാറാകണമേ.